ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നിങ്ങളൊക്കെ എപ്പോഴാ വന്നേ? എന്താ അമ്മേ? എന്താ വന്ദനേച്ചി? എന്താ എല്ലാവരുടെയും കണ്ണ് നിറഞ്ഞിരിക്കുന്നേ? സുചിത്രേച്ചി, മുത്തശ്ശിക്ക് എന്തെങ്കിലും? ഒന്നുമില്ല മീനാക്ഷി. നീ തിരിഞ്ഞു നിൽക്കുന്നത് കണ്ടപ്പോ ഞങ്ങൾക്ക് ഞങ്ങളുടെ വർഷയാണെന്ന് തോന്നിപ്പോയി. അമ്മേ, എന്താ അമ്മ ഇത്? ഞാൻ അമ്മയുടെ വർഷ തന്നെയാ. അങ്ങനെ കരുതിയാ മതി എന്നെ. അങ്ങനെ തന്നെ കരുതിയിട്ടുള്ളൂ മീനാക്ഷി. ഞങ്ങളുടെ വർഷയെ തിരിച്ചു വിളിച്ചപ്പോ പകരമായിട്ട് ഞങ്ങക്ക് മീനാക്ഷിയെ തന്നു. മോളെ അമ്പലത്തിൽ പോകാൻ ഒരുങ്ങിയതല്ലേ? വൈകിക്കണ്ട, പെട്ടെന്ന് പോയിട്ട് വാ. ശരി അമ്മ. എന്റെ വർഷമോൾ ഇറങ്ങിപ്പോകുന്ന പോലെ ഉണ്ട്. എന്റെ ഈശ്വരൻ, എന്തിനെങ്ങനെ പരീക്ഷിക്കുന്ന? അവളുടെ വെനുവേട്ടന്റെ കല്യാണം കഴിഞ്ഞതൊക്കെ അവൾ അറിഞ്ഞിട്ടുണ്ടാവോ? പച്ചക്കറിയുടെ വിലയാണോ സ്വർണത്തിന്റെ വിലയാണോ മണിക്കൂർ തോറും കൂടുന്നതെന്ന് അറിയാൻ പോലും വയ്യ. എന്തൊരു വിലയാ ഈശ്വര! കൂടുന്ന സാധനത്തിന്റെ വില പിന്നീട് കുറയോ അതുമില്ല. എന്നെ കല്യാണം കഴിച്ചുകൊണ്ട് വരുന്ന സമയത്ത് ഈ പച്ചക്കറികളെല്ലാം വീട്ടിൽ തന്നെ വിളയിക്കുന്നതായിരുന്നു. ഇപ്പൊ കാലമൊക്കെ മാറിയില്ലേ? രാജഭരണമൊക്കെ മാറി. ഇപ്പൊ ജനാധിപത്യോ? അറിയാം. അശോക് വർമ്മ തമ്പുരാനെന്ന് തികച്ചു വിളിക്കില്ലായിരുന്നു ആരും. അത്രയ്ക്ക് ബഹുമാനായിരുന്നു. ക്ഷേത്രത്തിലോ പൊതുസ്ഥലത്തോ പോയാ 6 അടി അകലം പാലിക്കുമായിരുന്നു എല്ലാരും. ഈ അശോകൻ സാറിന് ഒരു സഹോദരി ഉണ്ടായിരുന്നില്ലേ? അവർക്ക് ഇപ്പൊ എവിടെയാ? ഇവിടെ അടുത്ത് തന്നെ ഉണ്ട്. അശോകേട്ടന് ഇപ്പോഴും അവര് ചെയ്ത കാര്യങ്ങൾ ഓർക്കുമ്പോ ദേഷ്യം വരും. പ്രേമിക്കുന്നവർക്ക് മറ്റുള്ളവരുടെ വികാരങ്ങളും സങ്കടങ്ങളും ഒന്നും അറിയില്ലല്ലോ. അന്നത്തെ ആ സംഭവം അശോകേട്ടനെ വല്ലാതെ ചൊടിപ്പിച്ചു. ആളുകളുടെ മുന്നില് നാണം കിട്ടു. കൊട്ടാരത്തില് രാജകുമാരിയെ പോലെ വളർന്ന ചന്ദ്രിക വർമ്മ കേവലം ഒരു വർക്ക്ഷോപ്പ് ജീവനക്കാരനോടൊപ്പം ഇറങ്ങിപ്പോയ ഷോക്കിൽ അശോകേട്ടന്റെ അച്ഛൻ അതോടെ സ്ട്രോക്ക് വന്ന് തളർന്നു വീണതാ. അശോകേട്ടനും ദേഷ്യം കൂടാൻ ഇനി വേറെ വല്ലതും വേണോ? ഇനി ഒരിക്കലും ക്ഷമിക്കില്ലേ അവരോട്? ഞാൻ മനസ്സുകൊണ്ട് എന്നേ ക്ഷമിച്ചു കഴിഞ്ഞതാ. അപ്പൊ സാറോ? എനിക്ക് തോന്നുന്നില്ല. മാനത്തെ കൊട്ടാരം